ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്നതിലെ പാർട്ട് 6 ആണ്. അതായത് റേഷ്യോ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ അംശബന്ധമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചിട്ട് പുതിയത് പഠിക്കാം. അതായത് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അഥവാ സമഭുജ ത്രികോണം. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എല്ലാ കോണുകളും, എല്ലാ വശങ്ങളും തുല്യമാണ്, ആംഗിളും സെയിം ആണ്, സൈഡ്സും സെയിം ആണ്. അപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ 1:1:1 എന്ന് തന്നെ വരും. എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. ഇനി രണ്ടാമത് വരച്ചിരിക്കുന്നത് 45-45-90 ഡിഗ്രി ഉള്ള ഒരു മട്ടത്രികോണം അല്ലെ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ ആദ്യം പഠിച്ചു, 1:1:√2. മൂന്നാമത് വരച്ചിരിക്കുന്നത് 30-60-90 വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ, 30-60-90 വരുന്ന മട്ടത്രികോണത്തിലെ ഓരോ വശങ്ങളുടെയും റേഷ്യോ എന്താ? 30ന്റെ എതിർവശം 1, 60ന്റെ എതിർവശം √3, 90ന്റെ എതിർവശം 2, അല്ലെങ്കിൽ 1:3:2 ആണ്. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഈ കോണുകളല്ല എങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ സൈൻ കൊടുക്കുക ചെയ്യുന്നത് അല്ലെ, സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി ഇതിന് പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പുതിയത് പഠിക്കാം. ഇവിടെ ഈ ത്രികോണത്തിന്റെ പരിവൃത്തം വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് തന്നിട്ടുണ്ട്, 55, 60, 65. അതിന്റെ സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ നീളം കാണണം, അതായത് ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കാണണം. നമുക്കറിയാം ഈ ത്രികോണത്തിന്റെ വശങ്ങൾ ഓരോന്നും ഈ വൃത്തത്തിന്റെ ഞാണുകളാണ്. ഈ വൃത്തത്തിലെ ഈ സർക്കിളിന്റെ കോഡ്സ് ആണ് ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഒരു കോഡിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ഞാണിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. എല്ലാവരും ഇത് ഓർക്കുന്നുണ്ടല്ലോ. എന്താണ് ആർ? എന്താണ് ആരം അഥവാ റേഡിയസ് ആണ്. എക്സ് കേന്ദ്രകോണാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ 3 സൈഡിന്റെയും നീളം കാണണം, അഥവാ 3 കോഡ്, 3 ഞാണുകളുടെയും നീളം കാണണം. നമുക്ക് ഒരെണ്ണത്തിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതെങ്ങനെ ഇവിടെ കണ്ടുപിടിക്കാമെന്ന് നോക്കിക്കേ. അതായത് ഞാനിവിടെ കേന്ദ്രത്തിലോട്ട് ഈ 3 വെർട്ടെക്സ് എന്നും വരച്ചു. കാരണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടണം. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണല്ലോ x/2 അല്ലെ. അപ്പൊ സെൻട്രൽ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതിനെ ഒന്നാമത്തെ സൈഡായിട്ട് എടുക്കുകയാണ്. ഇതിനെ ഒന്നാമത്തെ സൈഡായിട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ ഞാനായിട്ട് എടുക്കുകയാണ്. ഇത് രണ്ടാമത്തതുമായിട്ട് എടുത്തു, ഇത് മൂന്നാമത്തായിട്ട് എടുത്തു. അപ്പോൾ ഒന്നാമത്തെ ഈ ഞാൻ അഥവാ കോഡിന്റെ നീളം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെ അങ്ങ് മറന്നേക്ക്. ഇതിനെ രണ്ടിനെ മറക്കുമ്പോൾ എന്ത് കിട്ടും? 2r sin x/2 എന്ന് പറയുന്നത് 55 അല്ലേ, അതിന്റെ ഇരട്ടിയല്ലേ ഇവിടെ 110 വരും അല്ലേ. അപ്പൊ 110ന്റെ പകുതിയല്ലേ 55. അപ്പൊ ആദ്യത്തെ ഈ ഒന്നാമത്തെ ഞാണിന്റെ നീളം എന്ത് വന്നു? 2r sin, ഇതെന്ത് വന്ന്? 2r sin 55 എന്ന് വന്നല്ലോ അല്ലേ. ഞാനിവിടെ എഴുതാം, 2r sin 55 എന്ന് വന്നു ഒന്നാമത്തെ സൈഡിന്റെ നീളം. ഇനി രണ്ടാമത്തെ സൈഡ്, അതായത് രണ്ടാമത്തെ കോഡിന്റെ നീളം ഇത് വേണം. അപ്പൊ അതിന്റെ നേരെ കിടക്കുന്ന ഇവിടെയല്ലേ സെൻട്രൽ ആംഗിൾ വരുന്ന, കേന്ദ്രകോൺ വരുന്നത്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് ഇതല്ലേ, 60 അല്ലേ. അപ്പൊ അതെന്ത് കിട്ടി? 2r sin 60 കിട്ടി. ഇനി മൂന്നാമത്തത് ഈ ഞാനാണ്, ഈ കോഡാണ്. ഇതിന്റെ നീളം കാണാൻ വേണ്ടി ഈ കേന്ദ്രകോണല്ലേ എടുക്കേണ്ടത്, ഈ സെൻട്രൽ ആംഗിൾ ആണല്ലോ എടുക്കേണ്ടത്. അതിന്റെ പകുതിയല്ലേ 65. അപ്പൊ 2r sin 65. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് റേഷ്യോ ആണ് വേണ്ടത് അല്ലെ, അംശബന്ധമാണ് വേണ്ടത്. അംശബന്ധം എഴുതുമ്പം അതിൽ പൊതുവായിട്ട് വരുന്ന ഇതൊക്കെ കളയണം അല്ലെ. 2r 3 പൊതുവായിട്ടുണ്ടല്ലോ. അപ്പൊ അംശബന്ധം എന്ത് കിട്ടും? sin 55 ഈസ്റ്റു sin 60 ഈസ്റ്റു sin 65 എന്ന് വരും. ഇതാണല്ലോ ഈ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളുടെയും അംശബന്ധം.
ഞാണുകൾ തന്നെയാണല്ലോ വശങ്ങൾ. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് മെയിൻ പോയിന്റ്. ഇവിടെ വന്നിരിക്കുന്ന കേന്ദ്രം അഥവാ സെന്റർ ഈ ട്രയാങ്കിളിന്റെ അകത്തല്ലേ കിടക്കുന്നത്? സെന്റർ അഥവാ കേന്ദ്രം ഈ ത്രികോണത്തിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇനി അടുത്ത പടം ഞാൻ തരാൻ പോവാണ്. ഇവിടെ നോക്കിക്കേ, കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ട്. 110, 30, 40. അപ്പൊ 110 വരുമ്പോഴേ അറിയാം, നമുക്കറിയാം എന്താ കേന്ദ്രം എവിടെയാണ് ഇരിക്കുന്നത്. കേന്ദ്രം ത്രികോണത്തിന്റെ പുറത്താണ് കേന്ദ്രം. മനസ്സിലായല്ലോ? ഇവിടെ കേന്ദ്രം എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഉള്ളിലായിരുന്നു, ഇവിടെ കേന്ദ്രം എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ പുറത്താണ്. അപ്പോൾ നമുക്കിവിടെ കേന്ദ്രത്തിലേക്ക് 30 എടുക്കുക. 30 കേന്ദ്രത്തിലേക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? 30 എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഇവിടെന്നും ഇവിടെന്നും. അപ്പൊ അവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് വരച്ച്, അപ്പൊ ഇങ്ങനെ കോണുണ്ടായല്ലോ. അപ്പൊ ഇതെത്ര വന്നു? 30ന്റെ ഇരട്ടി 60 വന്നു അല്ലേ? അപ്പൊ 30ന്റെ എഴുതുമ്പോ ഞാണിന്റെ നീളം എന്ന് പറയുന്നത് ഏത് ഞാണിന്റെ നീളം, ഏത് കോഡിന്റെ നീളം? ഇതാണ് ഒന്നാമത്തെ. 30 തന്നെ ഞാൻ ആദ്യം എടുത്ത്, അതുകൊണ്ട് അതിന്റെ എതിരെ ഉള്ളത് ഒന്നാമത്തെ കോഡ്. 40ന്റെ എതിരെ ഉള്ളത് ഇതാണ് രണ്ടാമത്തെ ഞാണ്, ഇത് മൂന്നാമത്തത് അല്ലെ? അപ്പൊ നമുക്ക് 1ഉം 2ഉം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് എന്ത് വരും? 2r sin 60ന്റെ പകുതി, അതായത് 30 അല്ലേ? ഇനി ഈ രണ്ടാമത്തെ കോഡിന്റെ നീളം കാണാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് വരയ്ക്കണമല്ലോ. എവിടെ നിന്ന്? ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ വരച്ചു അല്ലെ? അപ്പൊ ഇവിടുത്തെ എത്ര വന്നു? ഇത് 40 ആണെങ്കിൽ കേന്ദ്രത്തിലേക്ക് വരയ്ക്കുമ്പോൾ 80 വരും അല്ലെ? അപ്പൊ 2r sin 80ന്റെ പകുതി എത്ര? 40. ഇനി 110ന്റെ കണ്ടുപിടിക്കണമല്ലോ. 110 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തും കൂടെ വരയ്ക്കണം. ഞാൻ ഇതൊക്കെ വായിക്കാണ്. ഇതാണല്ലോ 110. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കണം അല്ലെ? 110ന്റെ ബാക്കി ഇവിടെ എത്ര വന്നു? 180ന്ന് 110 കുറയ്ക്കുമ്പോൾ 70 വന്നു. ഇനി അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര വരും? 140 വരും അല്ലെ? അപ്പൊ എന്തെഴുതണം നമുക്ക്? 2r sin x/2. ഇവിടെ x എത്രയാണ്? 140. x/2 എന്ന് പറയുമ്പോൾ 70 sin 70. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കോണുകൾ തന്നെ വന്നു, 30, 40 വന്നു. പക്ഷെ ഇവിടെ 70 കിട്ടിയത് എങ്ങനെ? ഈ 110 180ന്ന് കുറയ്ക്കുമ്പോൾ 70 കിട്ടി ആണല്ലോ. അപ്പൊ മൂന്നാമത്തെ ആംഗിളിനെ എങ്ങനെ എഴുതാം? അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ റേഷ്യോ എഴുതണം അല്ലെ? അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ ഈ പൊതുവായിട്ട് വരുന്ന 2rനെ നമുക്ക് കളയാം. പിന്നെ എങ്ങനെയുണ്ട്? sin 30 ഈസ്റ്റു sin 40 ഈസ്റ്റു sin 70. റേഷ്യോ കിട്ടിയല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, കേന്ദ്രം എവിടെയാണ്? ത്രികോണത്തിന്റെ പുറത്താണ്, അത് ഓർത്തിരിക്കുക. ഇനി മൂന്നാമതൊരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. ഈ ചിത്രം കാണുമ്പോഴേ നമുക്കറിയാം ഇത് മട്ടകോണാണ് അല്ലെ? 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ ആണ് ഇത്. ആ റൈറ്റ് ട്രയാങ്കിൾ വരണമെങ്കിൽ എങ്ങനെയാവണം? ഇത് സെന്ററിൽ കൂടെ പാസ് ചെയ്യണം അല്ലെ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആണ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോണിന്റെ അളവാണ് 90 ഡിഗ്രി. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 90ന്റെ എതിർവശം 90യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? 2r ആണോ? ഇത് റേഡിയസ് ആണ്. അപ്പൊ ഇതും റേഡിയസ്. അപ്പൊ ഇതിനെ മുഴുവനും കൂടെ 2r എന്ന് എഴുതാവല്ലോ ഇല്ലേ? ഇനി 40ന്റെ എതിരെ കിടക്കുന്ന ഈ ഒന്നാമത്തെ കോഡ്, ഇത് ഒന്നാമത്തെ ആയിട്ട് എടുത്താൽ അതിന്റെ നീളം എന്ത് വരും? 2r sin എന്ത് വന്നു? x/2. x എത്രയാണ്? കേന്ദ്രകോണം. അപ്പൊ 40ന്റെ കേന്ദ്രകോണം 80 വരും. അതിന്റെ പകുതി 40. ഇനി 50ന്റെ നേരെ എതിർവശത്ത് ഇതിനെ രണ്ടാമത്തതായിട്ട് എടുക്കുക. അതിന് എന്ത് വരും? 2r sin 50 എന്ന് വരും, കാരണം 100ന്റെ പകുതി. ഇനി മൂന്നാമത്തെ വശം 90ന്റെ എതിർവശത്തുള്ളത് 2r എടുക്കാവല്ലോ അല്ലെ? 2r ആണല്ലോ. ഇനി അംശബന്ധം എഴുതുമ്പോൾ എന്തെഴുതാം? sin 40 ഈസ്റ്റു sin 50 ഈസ്റ്റു 2rന് പകരം എന്തെഴുതാം? 1 എന്ന് എഴുതാം. 2r എല്ലായിടത്തുനിന്നും മാറ്റി അല്ലെ? ഇപ്പൊ 3 തരത്തിലുള്ള ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തത്. ഇപ്പൊ എടുത്തത് കേന്ദ്രത്തിൽ കൂടെയാണ് ഒരു കോഡ് അഥവാ ഞാൻ കടന്നു പോകുന്നത്. ആദ്യം എടുത്തത് കേന്ദ്രം ത്രികോണത്തിന്റെ അകത്ത്, രണ്ടാമത് എടുത്തത് കേന്ദ്രം ത്രികോണത്തിന്റെ പുറത്ത്, ഇപ്പത്തത് ആ കേന്ദ്രത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ 3 ടൈപ്പ്
ട്രയാങ്കിൾസും വരച്ചിട്ടുണ്ട്, കേന്ദ്രവും മാർക്ക് ചെയ്തിട്ടുണ്ട്. സെന്റർ ഇവിടെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് കേന്ദ്രം അകത്താണ്, രണ്ടാമത്തെ കേന്ദ്രം പുറത്ത്, മൂന്നാമത്തെ കേന്ദ്രത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊന്നും ചോദ്യത്തിൽ പറയുകയല്ല, കേന്ദ്രം എവിടെയാണ് എന്നൊന്നും ചോദ്യത്തിൽ പറയുകയല്ല, നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കണം. അതായത് കോണിന്റെ അളവ് വെച്ചിട്ട് കേന്ദ്രം അകത്താണെങ്കിൽ ഈ 3 ആംഗിളിന്റെയും അളവ് 90യേക്കാളിലും കുറവായിരിക്കും. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സെന്റർ പുറത്താണെങ്കിൽ ഒരാംഗിൾ, അതായത് ഈ മുകളിൽ കിടക്കുന്ന ആംഗിള് 90യേക്കാളിലും കൂടുതലായിരിക്കും. സെന്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന ആംഗിള് 90 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. ഈ 3 പോയിന്റ് ഓർത്തിരിക്കാം. ഇനി ഞാൻ ഇവിടെ ത്രികോണങ്ങൾക്ക് പേരാ കൊടുത്തിരിക്കുന്ന ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയുടെ എതിരെയുള്ള ഈ കോഡ്, അതിന്റെ ലെങ്ത് അതെത്ര വരും? 2r sin A. 2r sin A. ബിയുടെ നേരെ എതിരെയുള്ളത് 2r sin B. സിയുടെ നേരെ എതിരെയുള്ളത് 2r sin C. മനസ്സിലായല്ലോ? ഇനി ഇവിടെ വരുമ്പോൾ ബിയുടെ എതിരെയുള്ളത് എന്ത് വരും? 2r sin B വരും. സിയുടെ എതിരെയുള്ളത് 2r sin C വരും. എയുടെ എതിരെയുള്ളത് എങ്ങനെയാ കണ്ടത്? ഇതിങ്ങോട്ട് വരച്ച് അല്ലേ, ഓർക്കുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം കിട്ടും. അപ്പൊ ഈ കോണിന്റെ അളവ് എത്ര? 180ൽ നിന്ന് ഈ എയുടെ അളവ് കുറയ്ക്കണം അല്ലേ? അപ്പൊ ഈ കോഡിന്റെ ലെങ്ത് എങ്ങനെ വരും? 2r sin 180ൽ നിന്ന് എ കുറച്ചത്. കിട്ടിയല്ലോ? ഇനി ഇവിടെ എന്താ? ഇത് 2r ആണ് അല്ലേ? കാരണം ഇത്രയും റേഡിയസ്, ഇതും റേഡിയസ് 2r ആണ്. ബിയുടെ നേരെ എതിരെയുള്ളത് 2r sin ബിയും സിയുടെ നേരെ എതിരെയുള്ളത് 2r sin സിയും. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ തന്നിരിക്കുന്ന 3 കോണുകൾ തന്നെയാണ്. ഇവിടെ കോൺ കേന്ദ്രം പുറത്തായതുകൊണ്ട് അതിന്റെ ഇവിടെ ഉള്ള കോണിന്റെ 180 ആ കോണിന്റെ അളവ് കുറയ്ക്കുക, അതിന്റെ സൈൻ. ഇവിടെയോ ഇത് 2r വരത്തുള്ളൂ. അപ്പൊ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാം. ഒന്നാമത്തെ റേഷ്യോ സൈൻ എ ഈസ് ടു സൈൻ ബി ഈസ് ടു സൈൻ സി. രണ്ടാമത്തെ റേഷ്യോ സൈൻ എയുടെ ഓപ്പോസിറ്റ് ഉള്ളത് 180 മൈനസ് എ ആണ് അല്ലേ, ഈസ് ടു സൈൻ ബി ഈസ് ടു സൈൻ സി. മൂന്നാമത്തത് എയുടെ ഓപ്പോസിറ്റ് ഉള്ളത് 2r ഈസ് ടു ബിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് 2r ആണല്ലോ. അപ്പൊ മൂന്നാമത്തേതിൽ എയുടെ ഓപ്പോസിറ്റ് 2r ആണ്. റേഷ്യോ എഴുതുമ്പോൾ 1 ഇടുക. എല്ലായിടത്തും ഉള്ള 2rനെ നമ്മൾ കളയുന്നു. സൈൻ ബി ഈസ് ടു സൈൻ സി. അപ്പൊ ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. കേന്ദ്രം തരികയല്ല, സെന്റർ എവിടെയാന്ന് തരികയല്ല, നമ്മൾ കണ്ടുപിടിച്ചോണം. അപ്പൊ ഇതിന്റെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 118 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 2 triangles and their circles are shown in the figure. Use sine table to calculate the diameter of the circles and the other 2 sides of the triangles corresponding to a millimeter. അപ്പോൾ ഇവിടെ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ 2 ത്രികോണങ്ങളുടെയും പരിവൃത്തങ്ങളും തന്നിട്ടുണ്ട്. അതിന്റെ വ്യാസവും മറ്റ് 2 വശങ്ങളും, ഒരു വശം തന്നിട്ടുണ്ട്, മറ്റ് 2 വശങ്ങളും മില്ലിമീറ്ററിലാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. 55 ഡിഗ്രിയും 40 ഡിഗ്രിയും. നമുക്ക് ഇവിടെ കേന്ദ്രം എവിടാന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. 55 40 എത്രയാണ്? 95. അപ്പോൾ ബാക്കിയല്ല ഇവിടെ വരുന്നത്. 180 95 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 85 വരും. അപ്പൊ നമുക്കിവിടെ 85 മാർക്ക് ചെയ്യാം. ഇനി ഒരു ഞാണിന്റെ നീളം തന്നിട്ടുണ്ട് അല്ലെ, 4 സെന്റിമീറ്റർ എന്ന് ഒരു ഞാണിന്റെ നീളം തന്നിട്ടുണ്ടല്ലോ. മറ്റ് 2 വശങ്ങൾ കണ്ടുപിടിക്കാം. ഇനി ഈ 4 സെന്റിമീറ്റർ ആരുടെ എതിരെയുള്ളത്? 85ന്റെ എതിരെയുള്ളത് അല്ലെ. അപ്പോ നമ്മുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് 2r sin 85 ആണോ 4?
അല്ലേ? 2r സൈൻ 85 അല്ലേ 4 സെന്റിമീറ്റർ. 85ന്റെ നേരെ എതിർവശത്തുള്ളത് 2r സൈൻ 85. 40ന്റെ നേരെ എതിർവശത്തുള്ളത് 2r സൈൻ 40. 55ന്റെ നേരെ എതിർവശത്തുള്ളത് 2r സൈൻ 55. അപ്പൊ 2r സൈൻ 85 അല്ലേ 4. സൈൻ 85 നമുക്ക് ടേബിൾ വഴി കണ്ടുപിടിക്കാമല്ലോ. 2r അല്ലേ നമുക്ക് വേണ്ടത്. 2r ആണോ വ്യാസം അഥവാ ഡയമീറ്റർ അല്ലേ? അപ്പോൾ 2r കിട്ടിയാൽ പോരെ. അപ്പോൾ 4നെ ഈ സൈൻ 85 കൊണ്ട് ഗുണിച്ചിരിക്കുകയല്ലേ, അത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ സൈൻ 85 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പോൾ 4ന് സൈൻ 85ന്റെ വില ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. 85ന്റെ നേരെ ഫസ്റ്റ് കോളം 0.9962. അപ്പോൾ 0.9962. ഇതിന്റെ ഉത്തരം എത്ര വരും? 4.015 എന്ന് കിട്ടി. നമുക്കിതിന് മില്ലിമീറ്ററിലേക്ക് വേണം. ഇത് നമ്മുടെ കയ്യിൽ സെന്റിമീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ, ഇവിടെ സെന്റിമീറ്ററിലാണ് വില കിടക്കുന്നത്. ഇനി മില്ലിമീറ്ററിലോട്ടാക്കുമ്പം 1 സെന്റിമീറ്റർ എന്ന് പറയുന്ന 10 മില്ലിമീറ്റർ. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ അതായത് ഇതിന് ഒരു അക്കം മാറ്റി കുത്തിടണം. അപ്പോൾ എത്ര വരും? 40.15 മില്ലിമീറ്റർ എന്ന് ഉത്തരം കിട്ടി. എന്ത്? ഡയമീറ്റർ അഥവാ വ്യാസം. ഇനി നമുക്ക് മറ്റു 2 വശങ്ങളും കൂടെ വേണമല്ലോ. അപ്പോൾ 85ന്റെ എതിരെയുള്ള വശം നമുക്കറിയാം. ഇനി 40ന്റെ എതിരെയുള്ളത് ഇതാണല്ലോ. അപ്പം 40ന്റെ എതിരെയുള്ള വശം എത്ര വരും? 2r സൈൻ 40 അല്ലേ? 2r നമുക്ക് കിട്ടിയല്ലോ 40.15 ഈക്വൽ ടു 40.15നെ മില്ലി. ഇപ്പോൾ 4.01 ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? സെന്റിമീറ്ററിലേ കിട്ടത്തുള്ളൂ. നമുക്ക് മില്ലിമീറ്റർ വേണ്ടതുകൊണ്ട് മില്ലിമീറ്ററിന്റെ വില എടുത്തിട്ട് സൈൻ്റെ 40 കൊണ്ട് ഗുണിച്ചാൽ മതി. സൈൻ 40 എത്രയാണെന്ന് നോക്കാം. 0.6428. അപ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഉത്തരം മില്ലിമീറ്ററിൽ തന്നെ കിട്ടിക്കോളും. ഇപ്പം 25.81 റൗണ്ട് ചെയ്ത് നമുക്ക് എഴുതാം. മില്ലിമീറ്റർ ആൻസർ കിട്ടി. ഡെസിമലിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് മൂന്നാമത്തെ വശമാണ്. മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് 55ന്റെ നേരെ എതിരെയുള്ളത്. 55ന്റെ നേരെ എതിരെയുള്ളത് എന്തുവരും? 2r സൈൻ 55. ഇപ്പൊ 2r നമുക്ക് 40.15 കിട്ടി. ഇനി സൈൻ 55ന്റെ വില ഇട്ട് കൊടുക്കണം. 55ന്റെ നേരെ എതിർവശത്ത്, നേരെ ഒന്നാമത്തെ കോളത്തിൽ കിടക്കുന്നത് 0.8192. ഇത് തമ്മിൽ നമുക്ക് ഗുണിക്കുക. 32.89 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ 3 വശങ്ങളും ആയല്ലോ. ഒന്നാമത്തെ വശം നമുക്ക് തന്നിട്ടുണ്ട്. മറ്റ് 2 വശങ്ങളും മില്ലിമീറ്റർ ഇവിടെ കിട്ടി. അതായത് 40ന്റെ എതിരെയുള്ളത് 2r സൈൻ 40, 55ന്റെ എതിരെയുള്ളത് 2r സൈൻ 55. പിന്നെ നമുക്ക് വ്യാസം കൂടെ വേണമായിരുന്നു, ഡയമീറ്റർ വേണമായിരുന്നു. അത് ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒരു പടം കൂടെ തന്നിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രം എവിടെയാണെന്ന് തരികയില്ല. 55ഉം 25ഉം 2 കോണുകൾ തന്നിട്ടുണ്ട്. ആ 55 + 25 എത്ര വരും? 80 വരും അല്ലെ? അപ്പൊ മറ്റേ മൂന്നാമത്തെ ആംഗിള് 180ൽ നിന്ന് 80 കുറയ്ക്കുമ്പം എത്ര വരും? 100 വരും. അപ്പൊ ഇത് 100 ആയല്ലോ. 100 വരുമ്പോ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? ആ കേന്ദ്രം എവിടെ വരത്തുള്ളൂ? ട്രയാങ്കിളിന്റെ പുറത്തേ വരത്തുള്ളൂ. അതായത് സെന്റർ ഏകദേശം ഇവിടെ വരും അല്ലെ? ഇവിടെയായിട്ട് സെന്റർ വരും. ഇനി നമുക്ക് വേണ്ടത് എന്താ? 2r വേണം. 2r എന്ന് പറയുന്നത് 2rഉം മറ്റു 2 സൈഡുകളും വേണം. 2r എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. ഇനി തന്നിരിക്കുന്ന ഈ 4 സെന്റിമീറ്റർ ആറിന്റെ ഓപ്പോസിറ്റ് ആണ്, 100ന്റെ ഓപ്പോസിറ്റ്. 100 വലുതായതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് മാറ്റി എടുക്കണം. ഇവിടെ എത്ര വരും? 80 വരും. അപ്പൊ എന്താണ് 4? 2r സൈൻ 80 ആണ് 4 സെന്റിമീറ്റർ. അപ്പൊ 2r കിട്ടാൻ വേണ്ടിയിട്ട് 4നെ സൈൻ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 4നെ സൈൻ 80 കാണാൻ 80ന്റെ നേരെ ഒന്നാമത്തെ കോളം 0.9848. നമുക്ക് ഹരിക്കുമ്പോൾ
4.06 എന്ന് വരും. ഇതെന്താണ്? 0617. ഇത് സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ ആൻസർ സെന്റിമീറ്ററിലാണ്. മില്ലിമീറ്റർ ആക്കാൻ വേണ്ടി വലത്തോട്ട് ഒരക്കം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പൊ 40.62 എന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് എഴുതാം. അത്രയും മില്ലിമീറ്റർ. അപ്പൊ 2r എന്താണ്? ഡയമീറ്റർ അഥവാ വ്യാസം. വ്യാസത്തിന്റെ നീളം കിട്ടിയല്ലോ 40.62 മില്ലിമീറ്റർ. ഇനി നമുക്ക് മറ്റു രണ്ട് വശങ്ങളിലും കൂടെ വേണമല്ലോ. അപ്പൊ 55ന്റെ നേരെ എതിർവശത്തുള്ളത് എത്രയാ? എന്ത് വരും? 2r sin 55. 2r എത്രയാണ്? 40.62 ഇൻറ്റു സൈൻ 55. 55ന്റെ നേരെ സൈൻ 55 0.8192. 0.8192. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 55ന്റെ എതിരെയുള്ള വശം കിട്ടും. 33.28 റൗണ്ട് ചെയ്ത് നമുക്ക് എഴുതാം മില്ലിമീറ്റർ. ഇനി 25ന്റെ നേരെ എതിർവശം വേണമല്ലോ. അതെന്താ? 2r സൈൻ 25. 2r നമുക്ക് 40.62 എന്ന് കിട്ടി. ഇൻറ്റു സൈൻ 25. സൈൻ 25. 25ന്റെ നേരെ ഒന്നാമത്തെ കോളം 0.4226 എന്ന് കണ്ടല്ലോ. 0.4226. ഇത് നമുക്ക് ഗുണിച്ചു നോക്കാം. നമുക്ക് 17.17 മില്ലിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ മറ്റു രണ്ട് വശങ്ങളും കിട്ടിയല്ലോ മില്ലിമീറ്ററിൽ. ഡയമീറ്റർ അഥവാ വ്യാസവും കിട്ടിയല്ലോ മില്ലിമീറ്ററിൽ. നമുക്ക് ഗുണിക്കുന്നത് എങ്ങനെയാണ് ഗുണിക്കുന്നത്? ദശാംശ സംഖ്യകളല്ലേ, ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെയാണ് ഗുണിക്കുന്നത്? ദശാംശം ഇല്ലാതെ ഗുണിക്കുക. ഗുണിച്ചിട്ട് ദശാംശത്തിന് ശേഷം എത്ര അക്കം ഉണ്ടെന്ന് നോക്കുക. അത്രയും അക്കങ്ങൾ മാറ്റി കുത്തിടുക. പിന്നെ റൗണ്ട് ചെയ്ത് എഴുതുന്നത് നമ്മൾ ഏത് സംഖ്യയാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടുത്തുള്ള സംഖ്യ 5 5ൽ കൂടുതലോ വന്നാൽ അവിടെ 1 കൂട്ടുക. 5 കുറവാണെങ്കിൽ അതേ നമ്പർ തന്നെ എഴുതുക. പിന്നെ ഹരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹരണമൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു പഠിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.